ഓം ശാന്തി. 24/11/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ സമയം വളരെ വളരെ വാല്യുബിളാണ്. അതിനാൽ ഇതിനെ വ്യർത്ഥമായി പാഴാക്കാതിരിക്കൂ. പാത്രം നോക്കി ജ്ഞാനം ദാനം ചെയ്യൂ. ചോദ്യം: ഗുണങ്ങളുടെ ധാരണയും ഉണ്ടായിക്കൊണ്ടിരിക്കണം, പെരുമാറ്റവും നന്നായിക്കൊണ്ടിരിക്കണം. അതിനുള്ള സഹജവിധി എന്താണ്? ഉത്തരം: ബാബ എന്ത് മനസ്സിലാക്കിച്ചു തന്നുവോ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ജ്ഞാനധനം ദാനം ചെയ്യൂ. അപ്പോൾ ഗുണങ്ങളുടെ ധാരണയും സഹജമായി ഉണ്ടായിക്കൊണ്ടിരിക്കും, പെരുമാറ്റവും നന്നായിക്കൊണ്ടിരിക്കും. ആരുടെ ബുദ്ധിയിൽ ഈ നോളജ് നിലനിൽക്കുന്നില്ല, ജ്ഞാനധനം ദാനം ചെയ്യുന്നില്ല, അവർ ലുബ്ധരാണ്. അവർ വെറുതെ തനിക്ക് നഷ്ടം വരുത്തുകയാണ്. ഗീതം. കുട്ടിക്കാലത്തെ ദിനങ്ങൾ മറന്നു പോകരുത്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടു. അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കി. നമ്മൾ ആത്മാവാണ്, പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ഇത് മറന്നു പോകരുത്. ഇപ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഹർഷിതമാകുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ഓർമ്മ മറന്നു പോകുന്നതിലൂടെ ദുഃഖത്തിലായി പോകുന്നു. ഇപ്പോൾ ജീവിക്കുന്നു, ഇപ്പോൾ തന്നെ മരിച്ചു പോകുന്നു. അതായത് ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയുടേതാകുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ശാരീരിക പരിവാരത്തിൻ്റെ നേർക്ക് പോയി കളയുന്നു. അതിനാൽ ബാബ പറയുന്നു, ഇന്ന് ചിരിക്കുകയും നാളെ കരയുകയും ചെയ്യരുത്. ഇതായി ഗീതത്തിൻ്റെ അർത്ഥം. കുട്ടികളായ നിങ്ങൾക്കറിയാം, അധികവും മനുഷ്യർ ശാന്തിക്ക് വേണ്ടി തന്നെയാണ് തിക്കും തിരക്കും കൊള്ളുന്നത്, തീർത്ഥയാത്രയിൽ പോകുന്നത്. തിക്കും തിരക്കും കൊള്ളുന്നതിലൂടെ ശാന്തി ലഭിക്കുന്നു എന്നല്ല. ഈ ഒരേ ഒരു സംഗമയുഗത്തിലാണ് ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ആദ്യം സ്വയം തന്നെ തിരിച്ചറിയൂ. ആത്മാവ് ശാന്ത സ്വരൂപം തന്നെയാണ്. വസിക്കുന്ന സ്ഥാനവും ശാന്തിധാമമാണ്. ഇവിടെ വരുമ്പോൾ കർമ്മം തീർച്ചയായും ചെയ്യേണ്ടി വരുന്നു. തൻ്റെ ശാന്തിധാമത്തിൽ ആയിരിക്കുമ്പോൾ ശാന്തമാണ്. സത്യയുഗത്തിലും ശാന്തി ഉണ്ടായിരിക്കുന്നു. സുഖവുമുണ്ട്, ശാന്തിയുമുണ്ട്. ശാന്തിധാമത്തെ സുഖധാമം എന്ന് പറയില്ല. എവിടെ സുഖമുണ്ടോ അതിനെ സുഖധാമം എന്നും, എവിടെ ദുഃഖമുണ്ടോ അതിനെ ദുഃഖധാമം എന്നും പറയും. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി ചിലർക്ക് സന്മുഖത്ത് തന്നെ മനസ്സിലാക്കിക്കപ്പെടുന്നു. എക്സിബിഷനിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം ബാബയുടെ തന്നെ പരിചയം നൽകേണ്ടതാണ്. ആത്മാക്കളുടെ പിതാവ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ആ ഒന്ന് തന്നെയാണ് ഗീതയുടെ ഭഗവാൻ. ബാക്കി ഇതെല്ലാം ആത്മാക്കളാണ്. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുകയും എടുക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ പേര് തന്നെയാണ് മാറുന്നത്, ആത്മാവിൻ്റെ പേര് മാറുന്നില്ല. അതിനാൽ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് തന്നെയാണ് സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്. ബാബ സുഖത്തിൻ്റെ സൃഷ്ടി സ്ഥാപിക്കുന്നു. ബാബ ദുഃഖത്തിൻ്റെ സൃഷ്ടി രചിക്കുക എന്നത് സംഭവ്യമല്ല. ഭാരതത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നുവല്ലോ, ചിത്രവുമുണ്ട്. പറയൂ, ഈ സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുകയാണ്. ഇത് നിങ്ങളുടെ കൽപ്പനയാണ് എന്ന് പറയുന്നുവെങ്കിൽ പൂർണ്ണമായും വിട്ടേക്കണം. കൽപ്പനയാണ് എന്ന് വിചാരിക്കുന്നവർ യാതൊന്നും മനസ്സിലാക്കുകയില്ല. നിങ്ങളുടെ സമയം വളരെ വാല്യുബിളാണ്. ഈ മുഴുവൻ ലോകത്തിലും നിങ്ങളെപ്പോലെ വാല്യുബിൾ സമയമുള്ളവർ ആരും തന്നെയില്ല. വലിയ വലിയ മനുഷ്യർക്ക് ടൈം വാല്യുബിളായിരിക്കും. ബാബയുടെ ടൈം എത്ര വാല്യുബിളാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്ന് എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു.
അപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ തൻ്റെ വാല്യുബിൾ ടൈം പാഴാക്കാതിരിക്കൂ. നോളജ് പാത്രം അറിഞ്ഞു തന്നെ നൽകണം. പാത്രമായവർക്ക്, അതായത് യോഗ്യമായവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനസ്സിലാക്കുവാനായി ഇത്രയും ബുദ്ധിയില്ല. ആദ്യം ബാബയുടെ പരിചയം നൽകണം. ആത്മാക്കളായ നമ്മുടെ പിതാവ് ശിവനാണ് എന്നത് ഏതുവരെ മനസ്സിലാക്കുന്നില്ല, അതുവരെ മുന്നോട്ടുള്ള യാതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. വളരെ സ്നേഹത്തോടെ വിനയത്തോടെ മനസ്സിലാക്കിച്ചു കൊടുത്ത് പറഞ്ഞയക്കേണ്ടതാണ്. കാരണം ആസുരീയ സമ്പ്രദായക്കാർ അടി ഉണ്ടാക്കുന്നതിൽ വൈകിക്കില്ല. ഗവൺമെന്റ് സ്റ്റുഡൻസിന്റെ എത്ര മഹിമ ചെയ്യുന്നു, അവർക്ക് വേണ്ടി എത്ര വ്യവസ്ഥകൾ വയ്ക്കുന്നു. കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ് ആദ്യം കല്ലെറിയുവാൻ ആരംഭിക്കുന്നത്. ആവേശമുണ്ടായിരിക്കുന്നുവല്ലോ. വൃദ്ധരായവർക്കോ മാതാക്കൾക്കോ ഇത്ര ശക്തിയായി കല്ലെറിയുവാൻ സാധിക്കില്ല. കൂടുതലും സ്റ്റുഡൻസിൻ്റെ തന്നെയാണ് കോലാഹലം ഉണ്ടാകുന്നത്. അവരെ തന്നെയാണ് അടികൂടുന്നതിനായി തയ്യാറാക്കുന്നത്. ഇപ്പോൾ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തലകീഴായി പോയിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്നതിന് പകരം ശരീരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു. നേരെയാകുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ പകുതി കൽപ്പം തലകീഴായിരുന്നു. ഇപ്പോൾ ബാബ പകുതി കൽപ്പത്തേക്ക് നേരെയാക്കുന്നു. അള്ളാഹുവിൻ്റെ കുട്ടികളാകുമ്പോൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. രാവണൻ തലകീഴാക്കുന്നു. അപ്പോൾ ദേഹവൈശിഷ്ട്യങ്ങൾ എല്ലാം ഇല്ലാതാകുന്നു, പിന്നെ വീണുകൊണ്ടിരിക്കുന്നു. രാമരാജ്യത്തെയും രാവണ രാജ്യത്തെയും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കണം. ശരീര നിർവഹാർത്ഥം കർമ്മവും ചെയ്യണം. എങ്കിലും സമയം ധാരാളം ലഭിക്കുന്നു. ഏതെങ്കിലും ജിജ്ഞാസോ മറ്റോ ഇല്ലെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ ബാബയുടെ ഓർമ്മയിലിരിക്കേണ്ടതാണ്. അതാണെങ്കിൽ അല്പകാലത്തേക്കുള്ള സമ്പാദ്യമാണ്. ഇത് നിങ്ങളുടെ സദാകാലത്തേക്കുള്ള സമ്പാദ്യമാണ്. ഇതിൽ അറ്റൻഷൻ കൂടുതൽ നൽകേണ്ടി വരും. മായ ഓരോ നിമിഷവും മറ്റ് ഭാഗത്തേക്ക് ചിന്തകളെ കൊണ്ടുപോകുന്നു. ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും. മായ മറവിയുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു നാടകവും കാണിക്കുന്നു. പ്രഭു ഇങ്ങനെ പറയുന്നു, മായ ഇങ്ങനെ പറയുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതിൽ തന്നെയാണ് വിഘ്നം ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യത്തിലും ഇത്രയും വിഘ്നം ഉണ്ടാകുന്നില്ല. പവിത്രതയുടെ മേൽ എത്ര അടികൊള്ളുന്നു. ഭാഗവതത്തിലും മറ്റും ഈ സമയത്തിൻ്റെ തന്നെ മഹിമയാണുള്ളത്. പൂതനന്മാരും ശൂർപ്പണഖമാരും ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ സമയം ബാബ വന്ന് പവിത്രമാക്കി മാറ്റുന്ന കാര്യങ്ങളാണ്. ഉത്സവവും മറ്റും എന്തെല്ലാം ആഘോഷിക്കുന്നുവോ അത് എന്താണോ കഴിഞ്ഞു പോയത് അതിൻ്റെ ഉത്സവം ആഘോഷിക്കുന്നു. പാസ്റ്റിൻ്റെ മഹിമ ചെയ്തു വരുന്നു. രാമരാജ്യത്തിൻ്റെ മഹിമ പാടുന്നു. കാരണം പാസ്റ്റായി. ഇതുപോലെ ക്രൈസ്റ്റും മറ്റും വന്നു, ധർമ്മം സ്ഥാപിച്ചിട്ട് പോയി. തിഥിയും തീയതിയും എഴുതുന്നു. പിന്നെ അവരുടെ ബർത്ത്ഡേയും ആഘോഷിക്കുന്നു. ഭക്തി മാർഗത്തിലും ഈ കാര്യം പകുതി കൽപ്പം നടക്കുന്നു. സത്യയുഗത്തിൽ ഇതുണ്ടാകുന്നില്ല. ഈ ലോകം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളിലും വളരെ കുറച്ചു പേരാണ് മനസ്സിലാക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ആത്മാക്കൾക്കും അന്തിമത്തിൽ തിരിച്ചു പോകേണ്ടതുണ്ട്. സർവ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ചു പോകും. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ബാക്കി കുറച്ച് ദിവസങ്ങളാണുള്ളത്. ഇപ്പോൾ വീണ്ടും ഇതെല്ലാം വിനാശമാകേണ്ടതുണ്ട്.
സത്യയുഗത്തിൽ കേവലം നമ്മൾ മാത്രമായിരിക്കും വരുന്നത്. എല്ലാ ആത്മാക്കളും വരികയില്ല. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ വന്നിരുന്നത് അവർ തന്നെ നമ്പർ വാറായി വരും. അവർ നല്ല രീതിയിൽ പഠിപ്പിച്ചും ഇരിക്കും. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർ തന്നെ പിന്നെ നമ്പർ വാറായി ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങളും ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങളുടെ ബുദ്ധി അറിയുന്നുണ്ട് ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാം നമ്പർ വാറായി അവിടെ ശാന്തിധാമത്തിൽ പോയിരിക്കും. പിന്നെ നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കും. ബാബ വീണ്ടും പറയുന്നു, മുഖ്യമായ കാര്യമാണ് ബാബയുടെ പരിചയം നൽകണം. ബാബയുടെ പേര് സദാ മുഖത്തിൽ ഉണ്ടാകണം. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. ഭൃഗുയുടെ മധ്യത്ത് അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന് പാടുന്നുണ്ട്. കൂടുതലായി ഒന്നും മനസ്സിലാക്കുന്നില്ല. അതും ഈ ജ്ഞാനം വളരെ കുറച്ചു പേരുടെ ബുദ്ധിയിലാണുള്ളത്. കൂടെ കൂടെ മറന്നു പോകുന്നു. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം, ബാബ തന്നെയാണ് പതീത പാവനൻ. സമ്പത്തും നൽകുന്നു, ചക്രവർത്തിയാക്കി മാറ്റുന്നു. നിങ്ങളുടെ അടുക്കൽ ഗീതവുമുണ്ട്. ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. അതിൻ്റെ വഴി ഭക്തിമാർഗത്തിൽ വളരെയധികം അന്വേഷിച്ചിരുന്നു. ദ്വാപരം മുതൽ ഭക്തി ആരംഭിക്കുന്നു. പിന്നെ അന്തിമത്തിൽ ബാബ വന്ന് വഴി പറഞ്ഞു തരുന്നു. വിധി നിർണയത്തിൻ്റെ സമയമെന്നും ഇതിനെയാണ് പറയുന്നത്. ആസുരീയ ബന്ധനത്തിൻ്റെ സർവ കണക്കുകളും സമാപ്തമാക്കി പിന്നെ തിരികെ പോകുന്നു. 84 ജന്മങ്ങളുടെ പാർട്ടും നിങ്ങൾ അറിയുന്നു. ഈ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ശിവജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും ശിവൻ വന്നിട്ടുണ്ടാകും. തീർച്ചയായും ചിലത് ചെയ്തിട്ടുണ്ടാകും. ആ ഒന്ന് പുതിയ ലോകമുണ്ടാക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ അധികാരിയായിരുന്നു, ഇപ്പോഴല്ല. പിന്നെ ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഈ രാജയോഗം പഠിപ്പിച്ചിരുന്നു. നിങ്ങളല്ലാതെ മറ്റാരുടെയും മുഖത്തു നിന്നും വരിക സാധ്യമല്ല. നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. ശിവബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശിവോഹം എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതും തെറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ തന്നെയാണ് ചക്രം കറങ്ങി ബ്രാഹ്മണ കുലത്തിൽ നിന്നും ദേവതാ കുലത്തിലേക്ക് വരുന്നത്. സോ ഹം ഹം സോ എന്നതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്. ഇത് 84ൻ്റെ ചക്രമാണ്. ഇത് ഏതെങ്കിലും മന്ത്രം ജപിക്കേണ്ട കാര്യമില്ല. ബുദ്ധിയിൽ അർത്ഥമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതും സെക്കൻഡിൻ്റെ കാര്യമാണ്. ബീജവും വൃക്ഷവും പോലെ സെക്കൻഡിൽ മുഴുവൻ ശ്രദ്ധയും വരുന്നു. അതുപോലെ ഹംസോ എന്നതിൻ്റെ രഹസ്യവും സെക്കൻഡിൽ വരുന്നു. നമ്മൾ ഇങ്ങനെ ചക്രം കറങ്ങുന്നു. ഇതിനെ സ്വദർശന ചക്രം എന്നും പറയുന്നു. നമ്മൾ സ്വദർശന ചക്രധാരിയാണ് എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ആരും അംഗീകരിക്കില്ല. ഇവരാണെങ്കിൽ എല്ലാ ടൈറ്റിലും തങ്ങളുടെ മേൽ വയ്ക്കുന്നു എന്ന് പറയും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കും നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്ന്. ഈ ചക്രം തിരിയുന്നു. ആത്മാവിന് തൻ്റെ 84 ജന്മങ്ങളുടെ ദർശനമുണ്ടാകുന്നു. ഇതിനെ തന്നെയാണ് സ്വദർശന ചക്രധാരി എന്ന് പറയുന്നത്. ആദ്യം കേട്ട് അത്ഭുതപ്പെടുന്നു. ഇവർ പിന്നെ എന്ത് കള്ളക്കഥകളാണ് പറയുന്നത്. നിങ്ങൾ ബാബയുടെ പരിചയം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കള്ളക്കഥയായി തോന്നുകയില്ല. ബാബയെ ഓർമ്മിക്കുന്നു, പാടുന്നുമുണ്ട്. ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അർപ്പണമാകും, അങ്ങയെ തന്നെ ഓർമ്മിക്കും. ബാബ പറയുന്നു, നിങ്ങൾ പറയുമായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരുത്തുന്നു. നഷ്ടോമോഹയായി മാറൂ.
ഈ ദേഹത്തിൽ നിന്ന് പോലും നഷ്ടോ മോഹ ആകൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ തന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഈ മധുരമായ കാര്യം സർവർക്കും ഇഷ്ടപ്പെടും. ബാബയുടെ പരിചയം ഉണ്ടായിരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സംശയം ഉയർത്തിക്കൊണ്ടിരിക്കും. അതിനാൽ ആദ്യം 2-3 ചിത്രങ്ങൾ മുന്നിൽ വയ്ക്കൂ. അതിൽ ബാബയുടെ പരിചയം ഉണ്ടാകണം. ബാബയുടെ പരിചയം ലഭിക്കുമ്പോൾ സമ്പത്തിൻ്റെതും ലഭിക്കും. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഈ ചിത്രം ഉണ്ടാക്കൂ. ഡബിൾ കിരീടധാരി രാജാക്കന്മാരുടെ മുന്നിൽ സിംഗിൾ കിരീടധാരി ശിരസ് നമിക്കുന്നു. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്നതിൻ്റെ രഹസ്യം മനസ്സിലാകട്ടെ. ആദ്യം ബാബയുടെ പൂജ ചെയ്യുന്നു, പിന്നീട് തൻ്റെ തന്നെ ചിത്രങ്ങളുടെ പൂജയിരുന്ന് ചെയ്യുന്നു. പാവനമായി ആരാണോ ഉണ്ടായിരുന്നത് അവരുടെ ചിത്രം ഉണ്ടാക്കിയിരുന്നു പൂജിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനവും ലഭിച്ചു. മുൻപ് ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത്, താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ തന്നെയാണ് ഈ ചക്രത്തിൽ വരുന്നത്. ബുദ്ധിയിൽ ഈ നോളജ് സദാ ഉണ്ടായിരിക്കുന്നു. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും വേണം. ധനം നൽകിയാൽ ധനം കുറഞ്ഞു പോകില്ല. ആരാണോ ധനം ദാനം ചെയ്യാത്തത് അവരെ ലുബ്ധർ എന്ന് പറയുന്നു. ബാബ എന്ത് മനസ്സിലാക്കിച്ചു തന്നുവോ അത് പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. മനസ്സിലാക്കിച്ചു കൊടുക്കുകയില്ലെങ്കിൽ വെറുതെ തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കും. ഗുണങ്ങളും ധാരണയാകില്ല. പെരുമാറ്റം തന്നെ അങ്ങനെയുള്ളതാകും. ഓരോരുത്തർക്കും സ്വയം തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ വിവേകം ലഭിച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരും അവിവേകികളാണ്. നിങ്ങൾ സർവ്വതും അറിയുന്നു. ബാബ പറയുന്നു, ഈ ഭാഗത്ത് ദൈവിക സമ്പ്രദായമാണ്, ആ ഭാഗത്താണ് ആസുരീയ സമ്പ്രദായം. ബുദ്ധിയിലൂടെ നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ്. ഒരേ വീട്ടിൽ തന്നെ ഒരാൾ സംഗമയുഗത്തിലേതും ഒരാൾ കലിയുഗത്തിലേതും. രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്നു. ഹംസമാകാൻ യോഗ്യമല്ല എന്ന് കാണുകയാണെങ്കിൽ യുക്തി രചിക്കുന്നു, ഇല്ലെങ്കിൽ വിഘ്നം ഇട്ടുകൊണ്ടിരിക്കും. തനിക്ക് സമാനം ആക്കുന്നതിന് പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ യുക്തിയോടെ അകന്നു മാറേണ്ടി വരും. വിഘ്നങ്ങൾ വരും. ഇങ്ങനെയുള്ള നോളജ് നിങ്ങൾ തന്നെയാണ് നൽകുന്നത്. വളരെ മധുരമുള്ളവരുമാകണം. നഷ്ടവും മോഹയും ആകേണ്ടി വരും. ഒരു വികാരം ഉപേക്ഷിച്ചു എങ്കിൽ പിന്നെ മറ്റു വികാരങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എന്തെല്ലാം സംഭവിക്കുന്നു അത് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി ശാന്തമായി ഇരിക്കേണ്ടി വരുന്നു. ഭാവിയാണ്, അതായത് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു. വളരെ നല്ലതായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന കുട്ടികളും വീണു പോകുന്നു. വളരെ ശക്തമായി ചമ്മട്ടിയടി കൊള്ളുന്നു. പിന്നെ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും ചമ്മട്ടിയടി കൊണ്ടിട്ടുണ്ടാകും എന്ന ഓരോരുത്തർക്കും തൻ്റെ ഉള്ളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. എഴുതുന്നുമുണ്ട്, ബാബ, നമ്മൾ ക്രോധത്തിൽ വന്നുപോയി, ഇന്ന ആളെ അടിച്ചു, ഈ തെറ്റുണ്ടായി എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എത്ര സാധിക്കുമോ കൺട്രോൾ ചെയ്യൂ. എങ്ങനെയെല്ലാമുള്ള മനുഷ്യരാണ്. അബലകളുടെ മേൽ എത്ര അത്യാചാരം കാണിക്കുന്നു. പുരുഷൻ ബലവാനാണ്, സ്ത്രീ അബലയാകുന്നു. ബാബ പിന്നെ നിങ്ങളെ ഈ ഗുപ്ത യുദ്ധം പഠിപ്പിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ രാവണന്റെ മേൽ ജയം നേടുന്നു. ഈ യുദ്ധം ആരുടെയും ബുദ്ധിയിലില്ല, നിങ്ങളിലും നമ്പർ വാറായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് തികച്ചും പുതിയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു.
അതും ഇപ്പോൾ ഓർമ്മയുണ്ട്, പിന്നീട് മറന്നുപോകും. മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടെ യാത്രയാണ്. ഓർമ്മയിലൂടെ നമ്മൾ പാവനമായി മാറും. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: എന്ത് സംഭവിച്ചാലും ഭാവി അഥവാ നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ശാന്തമായിരിക്കണം. ദേഷ്യപ്പെടരുത്. എത്ര സാധിക്കുമോ സ്വയം തന്നെ കൺട്രോൾ ചെയ്യണം. യുക്തി രചിച്ച് തനിക്ക് സമാനമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം. വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും സർവർക്കും ബാബയുടെ പരിചയം നൽകണം. സർവരെയും ഈ മധുരമധുരമായ കാര്യം കേൾപ്പിക്കൂ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ഈ ദേഹത്തിൽ നിന്നും നഷ്ടമോഹയായി മാറൂ. വരദാനം: ഓരോ ആത്മാവിനെയും അലഞ്ഞു തിരിയുന്നതിൽ നിന്നും യാചനയിൽ നിന്നും രക്ഷിക്കുന്ന നിഷ്കാമവും ദയാഹൃദയനുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ നിഷ്കാമവും ദയാഹൃദയരും ആയവർ, അവരുടെ ദയയുടെ സങ്കല്പത്താൽ അന്യ ആത്മാക്കൾക്ക് തൻ്റെ ആത്മീയ രൂപവും ആത്മാവിൻ്റെ ലക്ഷ്യവും സെക്കൻഡിൽ സ്മൃതിയിൽ വരും. അവരുടെ ദയയുടെ സങ്കല്പത്തിലൂടെ യാചകർക്ക് സർവ ഖജനാവുകളുടെയും തിളക്കം കാണപ്പെടും. അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും തീരം അഥവാ ലക്ഷ്യം മുന്നിൽ കാണപ്പെടും. അവർ സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നതിൻ്റെ പാർട്ട് അഭിനയിക്കും. ദുഃഖിതരെ സുഖിയാക്കുന്നതിൻ്റെ യുക്തിയും ഉപാധിയും സദാ അവരുടെ അടുക്കൽ മാന്ത്രിക താക്കോൽ പോലെ ഉണ്ടായിരിക്കും. സ്ലോഗൻ: സേവാധാരിയായി നിസ്വാർത്ഥ സേവനം ചെയ്യൂ. അപ്പോൾ സേവനത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. അന്തിമ സമയത്ത് പ്രകൃതിയുടെ 5 തത്വവും നല്ല രീതിയിൽ കുലുക്കുവാൻ ശ്രമിക്കും. എന്നാൽ വിദേഹി അവസ്ഥയുടെ അഭ്യാസിയായ ആത്മാവ് തീർത്തും ഇങ്ങനെയുള്ള അചഞ്ചലവും ആടാത്തവരും പാസ് വിത്ത് ഓണറും ആകും. അതിലൂടെ എല്ലാ കാര്യങ്ങളും കടന്നു പോകും. എന്നാൽ അവർ ബ്രഹ്മഭാവിക്ക് സമാനം പാസ് വിത്ത് ഓണർ ആയതിൻ്റെ തെളിവ് നൽകും. ഇതിനുവേണ്ടി സമയം കണ്ടെത്തി പ്രകൃതിയുടെ 5 തത്വങ്ങളുടെയും സേവനം ചെയ്തുകൊണ്ട് ശുഭഭാവനയുടെ സകാശ് നൽകിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി. പുരികമധ്യത്തിൽ നക്ഷത്ര സമാനം പ്രകാശിക്കുന്ന ആത്മസ്വരൂപം എത്ര ദിവ്യമാണ്, എത്ര അലൗകികമാണ്. ശാന്തി നിർഭരമായ ഈ ആത്മസ്വരൂപ അവസ്ഥ അചഞ്ചലമായ സ്ഥിതി കൈവരുത്തുന്നു. ഈ ആത്മസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ സ്നേഹഭരിതമായ ഓർമ്മ എന്നിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ഓർമ്മ എൻ്റെ ബോധതലത്തെ ദൃശ്യ പ്രപഞ്ചത്തിൽ നിന്നും മാറ്റി
പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. സർവത്ര ശാന്തതയും അതിമധുരമായ നിശബ്ദതയും നിറഞ്ഞ ഈ പരമധാമത്തിൽ എൻ്റെ മനസ്സ് പരംപിത പരമാത്മാവിൽ ധ്യാനനിരതമാകുന്നു. മംഗളരൂപിയായ പരമാത്മാവിൻ്റെ സ്മൃതിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ അതിരില്ലാത്ത ആനന്ദം ഉദയം ചെയ്യുന്നു. പരമാത്മാ സ്മൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുമ്പോൾ ചിത്തത്തിലെ സർവ മായാസങ്കൽപ്പങ്ങൾ, വികൽപ്പങ്ങൾ ഇവയുടെ ഇരുൾ മാറുന്നു. പൂർവജന്മ വികർമ്മങ്ങളും കർമ്മബന്ധനങ്ങളും ഇല്ലാതാകുന്നു. ചിത്തം പ്രകാശമാനമാകുന്നു. എൻ്റെ അത്യന്തം നിർമ്മലമായ സ്വരൂപം ഉദയം ചെയ്യുന്നു. ആത്മസന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും ഈ അവസ്ഥ നിലനിർത്തി ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു.